ഔറംഗസേബിൻ്റെ മരണം എന്നത് ഇന്ത്യാ ചരിത്രത്തിലെ തന്നെ നിർണായകമായ ഒരു ചരിത്ര സംഭവമാണ്. എത്രയോ വർഷങ്ങൾ മുഗൾ സാമ്രാജ്യത്തെ ഭരിക്കുകയും അതിനെ നിലനിർത്തുകയും എന്നാൽ അതിനപ്പുറം അതിന് തിരിച്ചടികൾ ലഭിക്കാൻ പോകുന്നു എന്നും താൻ നടപ്പിലാക്കിയ പല നയങ്ങളും തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടുമാണ് ഔറംഗസേബ് മരണപ്പെടുന്നത് എന്ന് പറയാം. ചുരുക്കിയാൽ പരാജയപ്പെട്ട ഭരണാധികാരിയായി തീവ്ര ദുഃഖിതനായി നിരാശാജനകമായ വാർത്തകൾക്കിടയിലാണ് ഔറംഗസേബ് മരണപ്പെടുന്നത്. അദ്ദേഹം മരണപ്പെടുന്നതിനും വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഔറംഗസേബിന് ദുരന്ത വാർത്തകളുടെ ഒരു നീണ്ട നിര തന്നെ എത്തിയിരുന്നു. 1702 അദ്ദേഹത്തിൻ്റെ പുത്രി മരണപ്പെടുകയുണ്ടായി. 1704 പുത്രനായ അക്ബർ പേർഷ്യയിൽ വെച്ച് മരണപ്പെട്ടു. 1705 മരുമകളായ ജഹാൻസേബും മരണപ്പെട്ടു. 1706 സഹോദരിയായ ഗഹ്വാനാറയും മരണപ്പെട്ടു. 1705 തന്നെ പുത്രിയായ മെഹറുന്നിസയും ഭർത്താവ് ഈസിദ് ബക്സും മരണപ്പെട്ടു. ഒപ്പം പല കൊച്ചുമക്കളും. ഇതേ കാലഘട്ടത്തിലാണ് കാലങ്ങളായി താൻ നടത്തിപ്പോന്ന ഡെക്കാൻ നയങ്ങളിലേറ്റ തിരിച്ചടികൾ സാമ്രാജ്യത്തിൻ്റെ കെട്ടുറപ്പിനെ തന്നെ ബാധിക്കുന്ന നിലയിലേക്കൊക്കെ ആവുന്നത്. ഡെക്കാൻ സുൽത്താനത്തുകളെ പിടിച്ചെടുത്ത് മുഗൾ സാമ്രാജ്യത്തിൻ്റെ വികസനത്തിനും പ്രശസ്തിക്കുമൊക്കെ തൽക്കാലം കാരണമായെങ്കിലും ആത്യന്തികമായി അതൊരു പരാജയമായാണ് മാറിയത്. ഈ മേഖലകളിൽ മറാത്തകൾ ഒരു വലിയ ശക്തിയായി മാറുന്നതിനാണ് ഇത്തരം സൈനിക നടപടികൾ കൊണ്ട് കാരണമായത്. അതുമാത്രമല്ല, സാമ്രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും കലാപക്കൊടികൾ ഉയർന്നിരുന്നു. മറാത്തകൾ ഡെക്കാൻ മേഖലയിലെ മുഗൾ ക്യാമ്പുകൾക്ക് പുറമെ ഗുജറാത്ത്, മാൾവ അടക്കം ആക്രമിക്കുകയുണ്ടായി. മുഗൾ സാമ്രാജ്യത്തിലെ ഭരണപ്രക്രിയ തന്നെ തകർന്നു തുടങ്ങി. സാമ്പത്തികവും സൈനികവുമായ പ്രതിസന്ധി വ്യക്തമായി തന്നെ പ്രകടമായി. ഇതേ സമയം അടുത്ത ചക്രവർത്തി ആര് എന്ന ചോദ്യവുമായി മക്കൾ പരസ്പരം പോരടിക്കാനും ആരംഭിച്ചിരുന്നു. ഇത്തരത്തിൽ തീർത്തും ദുരന്ത സമാനമായ ഒരു സാഹചര്യത്തിലാണ് ഔറംഗസേബ് മരണപ്പെടുന്നത്. 1707 മാർച്ച് 3 അദ്ദേഹം അന്തരിച്ചത്. ഔറംഗസേബിൻ്റെ ജീവിതത്തെ അവലോകനം ചെയ്യുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. അതിൽ പ്രധാനം മുഗൾ സാമ്രാജ്യത്തിൻ്റെ അധപ്പതനത്തിൽ ഔറംഗസേബിനുണ്ടായിട്ടുള്ള പങ്ക് എന്ന നിലയിൽ തന്നെയാണ്. എങ്കിലും ഔറംഗസേബ് എന്നത് വിദ്യാസമ്പന്നനായ, തൊഴിലെടുക്കാൻ ഒരു മടിയുമില്ലാത്ത, ലക്ഷ്യപ്രാപ്തിയുള്ള, മതപരമായി അങ്ങേയറ്റം വിശ്വസിക്കുന്ന ഒരാളായിരുന്നല്ലോ. അതിനേക്കാളുമൊക്കെ അപ്പുറം അദ്ദേഹം മികച്ചൊരു പോരാളിയും പട്ടാള കമാൻഡറുമൊക്കെ ആയിരുന്നു. ഇന്ത്യ എന്ന ദേശത്തിലെ വലിയൊരു ഭാഗം തന്നെ അദ്ദേഹം കീഴടക്കുകയുണ്ടായി. 3-4 മണിക്കൂറുകൾ മാത്രം ഉറങ്ങുന്ന ഔറംഗസേബ് സദാ കർമ്മനിരതനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ എത്താത്ത ഒരു ഭരണപ്രക്രിയയോ സൈനിക നീക്കങ്ങളോ ഉണ്ടായിരുന്നില്ലെന്നും പറയാം. ഒപ്പം ജീവിതകാലത്തിലുണ്ടായിട്ടുള്ള ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും ഔറംഗസേബ് ഒളിച്ചോടിയിട്ടുമില്ല. എവിടെയും ക്ഷമയോടെ നിന്നുകൊണ്ട് അതൊക്കെ തന്നെയും നേരിടുകയും അതിനെയൊക്കെ അതിജീവിക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ജീവിതം എടുത്തു നോക്കിയാലും ആശയപരമായി മികച്ചു നിൽക്കും. ഒരിക്കലും മദ്യപിക്കാത്ത, ഏറ്റവും ലളിതമായി വേഷം ധരിക്കുന്ന, ലളിതമായി ഭക്ഷണം മാത്രം ഉപയോഗിക്കുന്ന, മതപരമായി കൃത്യമായി ജീവിക്കുന്ന ഒരാൾ. രാജ്യത്തിൻ്റെ സമ്പത്ത് ഒരു തരത്തിലും എടുക്കാതെ സ്വയം ജോലി ചെയ്യുന്ന മികച്ചൊരു മാതൃക തന്നെ കാണിച്ച ചക്രവർത്തി. അതുപോലെ തന്നെ ഔറംഗസേബുമായി ബന്ധപ്പെട്ട് പറയുന്ന മറ്റൊരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യം. എടുത്ത തീരുമാനങ്ങളിൽ നിന്ന് ഒരു തരി വ്യതിചലിക്കാത്ത ഒരു പ്രകൃതം അദ്ദേഹത്തിനുണ്ടായിരുന്നു. സേനാധിപതി എന്ന നിലയിലും അദ്ദേഹം മികച്ചു നിന്നിട്ടുണ്ട്. അധികാരം നേടുന്ന സമയത്തൊക്കെ സൈന്യത്തോടൊപ്പം അദ്ദേഹം കാണിച്ചിട്ടുള്ള രാഷ്ട്രീയ ബുദ്ധിയൊക്കെ ഇവിടെ എടുത്തു പറയേണ്ടതാണ്. എങ്കിലും ഇത് നേരെ മറ്റൊരു രീതിയിലും കൂടി നമുക്ക് പറയാവുന്നതാണ്. ഔറംഗസേബ് എന്നത് അച്ഛനെ തടവിലിട്ട, സഹോദരങ്ങളെ വധിച്ച, മകനായ അക്ബറിനൊക്കെ ജീവനും കൊണ്ട് ഓടിപ്പോവേണ്ടി വന്ന, മറ്റൊരു മകനെ 8 വർഷമൊക്കെ തടവിലിരിക്കേണ്ടി വന്ന ഒരു ഭരണാധികാരി കൂടിയാണ്. അദ്ദേഹം രാഷ്ട്രീയത്തിനും ഭരണത്തിനുമൊന്നും ആരെയും വിശ്വസിച്ചിരുന്നില്ല. വിജയത്തിനായി ഏത് വഴിയും നോക്കുക എന്നൊരു തത്വവും കൂടി അദ്ദേഹം പുലർത്തുകയുണ്ടായി. ആരെയും വിശ്വസിക്കാത്തത് കൊണ്ട് തന്നെ എല്ലാ മേഖലകളിലും ഔറംഗസേബ് ശ്രദ്ധിക്കുകയുണ്ടായി. മികച്ച ഉദ്യോഗസ്ഥർ ആ കാലത്ത് ഉണ്ടായിട്ട് പോലും ഔറംഗസേബിന് വിശ്വസ്തർ എന്ന നിലയിലൊരു ലിസ്റ്റ് നമുക്ക് കണ്ടെത്താനാവില്ല. മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ മതപരമായ ഇടപെടലുകളാണ്. മുഗൾ ചക്രവർത്തി എന്നതിനേക്കാൾ മതപരമായ വ്യവസ്ഥകൾക്ക് പ്രാധാന്യം അദ്ദേഹം നൽകിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദർശങ്ങൾ ഇടുങ്ങിയതും ദീർഘവീക്ഷണമില്ലാത്തതുമായി മാറുകയുണ്ടായി. അദ്ദേഹം ഹിന്ദുക്കളുടെയും സിഖുകാരുടെയും ഷിയ മുസ്ലിങ്ങളുടെയും ഒക്കെ നേർക്ക് അടിച്ചമർത്തൽ നയം കൊണ്ടുവന്നതോടെ അത് അക്ബറൊക്കെ പിന്തുടർന്നു വന്നിരുന്ന വ്യവസ്ഥകളിൽ നിന്ന് വ്യതിചലിക്കുകയും ഇത്തരത്തിലുള്ള ഒരു വിഭജന നയം സാമ്രാജ്യത്തിൻ്റെ കെട്ടുറപ്പിനെയും ഒരുമയെയും ഒക്കെ തകർക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി മതവിഭാഗങ്ങൾ തമ്മിൽ കലാപങ്ങളുമൊക്കെ സൃഷ്ടിക്കപ്പെട്ടു. അത് സാമ്രാജ്യത്തിൻ്റെ സാമ്പത്തികമായ അവസ്ഥ ശോഷിക്കുന്നതിനും സൈനിക ശക്തിയൊക്കെ കുറയുന്നതിനും കാരണമായി മാറി.
അതുകൊണ്ട് പല മികച്ച ലക്ഷ്യങ്ങൾ ഉണ്ടായെങ്കിൽ പോലും ഇടുങ്ങിയ ചിന്താഗതി അവയെയൊക്കെ തന്നെ തളർത്തി എന്ന് പറയാം. അതുകൊണ്ട് തന്നെ മികച്ച ഭരണാധികാരി എന്ന നിലയിൽ ഔറംഗസേബ് ഒടുവിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഔറംഗസേബിൻ്റെ പല നയങ്ങളും ക്രമേണ സാമ്രാജ്യത്തിൻ്റെ സാമ്പത്തികമായ, സാംസ്കാരികമായ, സാമൂഹികമായ, സൈനികമായ തുടങ്ങി എല്ലാ മേഖലകളിലും ശോഷിക്കുന്നതിനാണ് കാരണമായത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഔറംഗസേബിൻ്റെ പടയോട്ടങ്ങൾ. അദ്ദേഹത്തിൻ്റെ കാലത്ത് മുഗൾ സാമ്രാജ്യം ഏറ്റവും വലിയ സാമ്രാജ്യമായെങ്കിൽ പോലും ഡക്കാൻ മേഖലയിൽ അദ്ദേഹം നടത്തിയ നീക്കങ്ങളുടെ കാലത്ത് ഉത്തരേന്ത്യയിലെ ശ്രദ്ധ പൂർണ്ണമായും ഇല്ലാതാവുകയും കാലങ്ങളെടുത്തിട്ടും ഡക്കാനിൽ സ്ഥിരതയും സൃഷ്ടിക്കാനാവാതായതോടെ ഔറംഗസേബിൻ്റെ മരണത്തിനപ്പുറം ഡക്കാനിലും ഉത്തരേന്ത്യയിലും ഒരുപോലെ പ്രദേശങ്ങൾ നഷ്ടപ്പെടുന്നതിനും കാരണമായി മാറി. ഔറംഗസേബ് അതിശക്തനായ ഒരു ചക്രവർത്തി ആയിരുന്നു എന്നതിൽ തർക്കമൊന്നുമില്ല. എങ്കിലും മുഗൾ സാമ്രാജ്യത്തിൻ്റെ അധപ്പതനം തടയാൻ മാത്രം ശക്തനായിരുന്നില്ല ഔറംഗസേബ് എന്നുകൂടി പറയാം. അതുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധമായ ഒരു വാചകം തന്നെയുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലത്ത് ഏറ്റവും വലിയ സാമ്രാജ്യം തന്നെ സൃഷ്ടിക്കപ്പെട്ടു. എന്നാൽ ആ വലിയ സാമ്രാജ്യം തന്നെ അതിൻ്റെ പരാജയത്തിനും തുടക്കം കുറിച്ചു. അതുകൊണ്ട് തന്നെ ചരിത്രകാരന്മാർ ഔറംഗസേബിന് മികച്ച ചക്രവർത്തി എന്നൊക്കെ വിശേഷണം നൽകിയിട്ടുണ്ട്. അയാൾ ഒടുവിൽ പരാജയപ്പെട്ടെന്നും ആ പരാജയപ്പെടൽ പോലും മികച്ചതായിരുന്നു എന്നും ഒരു വിശേഷണമുണ്ട്. അദ്ദേഹത്തിന് മുന്നേ തന്നെ സാമ്രാജ്യം തകരുന്നതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരുന്നു എന്നും ചില താരതമ്യങ്ങൾ കൂടിയുണ്ട്. ഔറംഗസേബ് ഡക്കാൻ എന്ന വലിയ പ്രദേശം സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തപ്പോൾ അത് സാമ്രാജ്യത്തിന് കൂടുതൽ സാമ്പത്തികവും സുരക്ഷയുമൊന്നുമല്ല നൽകിയത് എന്നതാണ് ഏറെ രസകരമായ കാര്യം. പകരം സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളാണ് സാമ്രാജ്യത്തിന് സംഭവിച്ചത്. അത്രയും വലിയൊരു മേഖല ഭരിക്കുന്നതിനും വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടു. പകരം തനിക്ക് കീഴിൽ നിലനിന്നിരുന്ന ഡക്കാൻ രാജ്യങ്ങളെ അതുപോലെ തന്നെ വിട്ടിരുന്നെങ്കിൽ സാമ്രാജ്യം സുരക്ഷിതമായി തന്നെ നിന്നേനെ എന്നും പറയുന്നവരുണ്ട്. ചുരുക്കിയാൽ ഔറംഗസേബ് തൻ്റെ ജീവിത കാലഘട്ടത്തിൽ തന്നെ വളർന്ന് പന്തലിക്കുന്നതിനും ഒടുവിൽ പരാജയപ്പെടുന്നതിനും അതൊക്കെ തന്നെ അദ്ദേഹം കാണുകയുമുണ്ടായി. അദ്ദേഹത്തിൻ്റെ പരാജയം സാമ്രാജ്യത്തിൻ്റെ പരാജയത്തിനും ഒരു പരിധിവരെ കാരണമായി. തൻ്റെ നേതൃത്വത്തിൽ എല്ലാം തന്നെ കേന്ദ്രീകൃതമായ ഭരണം എന്ന നിലയിലാക്കാൻ നോക്കിയതും ആരെയും വിശ്വസിക്കാത്ത അദ്ദേഹത്തിൻ്റെ പ്രകൃതവും അദ്ദേഹത്തിൻ്റെ മതപരമായ നയങ്ങളും ഡക്കാൻ പോളിസിയും രാജ്പൂത് പോളിസിയും ഒക്കെ അദ്ദേഹത്തിൻ്റെ പരാജയത്തിൻ്റെ നിർണായക ഘടകങ്ങളാണ്. ഇവയൊക്കെ തന്നെയും സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്കും കൂടി കാരണമായി നിൽക്കുകയുണ്ടായി. ഏതായാലും ആ കാല സാഹചര്യങ്ങളെ മനസ്സിലാക്കാതെ ഔറംഗസേബിന് മികച്ചൊരു ഭരണാധികാരിയാവാൻ പോലും സാധിക്കാതെ തൻ്റെ പ്രവർത്തനം പോലും സാമ്രാജ്യത്തിൻ്റെ പരാജയത്തിൻ്റെ കാരണങ്ങളായി മാറുകയാണ് ഉണ്ടായത്. പകരം അദ്ദേഹത്തിൻ്റെ മികച്ച കഴിവുകളും പോരാട്ടങ്ങളും ഒക്കെ തന്നെയും മറ്റൊരു വഴിയിലേക്ക് കൂടി എത്തപ്പെടുകയും അത് പരാജയത്തിൻ്റെ ഭാഗമാവുകയുമുണ്ടായി. ചുരുക്കിയാൽ അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾ അദ്ദേഹത്തിന് മാത്രം അവകാശപ്പെട്ടതും എന്നാൽ അതിൽ തന്നെ പലതും ഒരു പരിധിവരെ സാമ്രാജ്യത്തിൻ്റെ തന്നെ തകർച്ചയ്ക്കും കാരണമായി എന്ന് പറയാം.